ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഹോർണറ്റ് വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഈ ചെറിയ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ അതുപോലെ പ്ലഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് ആയാലും വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പ്ലഗ് നല്ല പ്ലഗ്ഗാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. എഞ്ചിൻ ഓയിലും കൂടി മാറ്റുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ്. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡ് പറഞ്ഞ ഒരു കമ്പനിയുടെ ബാറ്ററിയാണ്. നിലവിലിപ്പോൾ സെൽഫ് വർക്കിംഗ് ആണ്. എന്നാൽ പോലും നമുക്ക് ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.6061 ആ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സെൽഫിൻ്റെ കൂടുതൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ബാറ്ററിയുടെ ഭാഗം ഒന്ന് നോക്കിയിട്ടൊന്ന് മാറ്റിയാൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. നമുക്ക് അതിന് വേണ്ടി ഫ്രണ്ട് ഡിസ്കിൻ്റെ ഇതൊക്കെ അയച്ച് ക്ലീൻ ചെയ്യണം. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഡിസ്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻ്റേ കത്തുന്നുള്ളൂ. അപ്പോൾ ആ ബൾബൊന്നും മാറ്റിയിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ആക്സിലേറ്ററിൻ്റെ വണ്ടി വൺ സൈഡ് തിരിക്കുമ്പോൾ നല്ല റേസിങ് ആവുന്നുണ്ടാകും. അപ്പോൾ ആക്സിലേറ്റർ ടൈറ്റൊന്നുമില്ല, പക്ഷേ അത് ഇവിടെ ഒരു ചെറിയൊരു പ്ലേ വേണം നമുക്ക്. അപ്പോൾ അതില്ലാത്തതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു. അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. കാർബേറ്റിൻ്റെ ഇവിടെ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. പിന്നെ ബാക്കിൽ ഡിസ്ക് പാഡ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ക്ലീൻ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ചെയിനായാലും നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇത് വേറൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ ചോക്കിൻ്റെ ഈ ലിവറാണ്. ചോക്ക് കറക്റ്റ് വർക്കിംഗ് അല്ല കേട്ടോ, നല്ല ടൈറ്റായിട്ട് കിടക്കുകയാണ് ചോക്ക്. അതെ, അപ്പോൾ ആ കേബിളൊന്നും മാറ്റിയിടാം നമുക്ക്. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോക്കിൻ്റെ ഈ ലിവറൊക്കെ വലിച്ചിട്ട് വേണം നമുക്കൊന്ന് സ്റ്റാർട്ടാക്കാൻ. അപ്പോൾ ആ കേബിളൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. ഓക്കെ, പിന്നെ വാട്ടർ സർവീസ് വേണ്ടത് ഇപ്പോൾ ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ കൂടി നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. എഞ്ചിൻ ഓയിൽ, ചോക്കിൻ്റെ കേബിൾ, ഹെഡ്ലൈറ്റ് ബൾബ്, വാട്ടർ സർവീസ് എല്ലാം നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.